ഹായ്, വെൽക്കം ടു അമ്മു സെമി കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ചോക്ലേറ്റിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2/3 കപ്പ് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പൗഡർ ഷുഗറാണ് വേണ്ടത്. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഷുഗറാണ് ഞാൻ എടുക്കുന്നത്. ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ വേണം. അതും ഞാൻ അതുപോലെ തന്നെ മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മിൽക്ക് പൗഡറാണ്, പാൽപ്പൊടി വേണം. ഒരു 1/2 ടേബിൾ സ്പൂണ് വാനില എസൻസ്. പിന്നെ വേണ്ടത് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള മോൾഡും വേണം. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്കൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗൾ ഞാൻ ഇതിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ എടുത്ത് വെച്ച കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പൊടിച്ച ഷുഗർ ചേർക്കാം. പാൽപ്പൊടി, കൊക്കോ പൗഡർ, വാനില എസൻസ് ആണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആവണ വരെ നമ്മളൊന്ന് ഇളക്കി ചേർക്കണം. നമ്മൾ ഈ പ്രോസസ്സ് ഫുള്ളും ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ വെച്ച ചോക്ലേറ്റ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാനെല്ലാം ചോക്ലേറ്റ് മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ 1 മണിക്കൂർ ഒന്ന് സെറ്റാക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എടുത്തിട്ടുണ്ട്, മോൾഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മു സെമി കിച്ചൻ.